ഹലോ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫുൾ വേവ് റെക്ടിഫയറിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഹാഫ് വേവ് റെക്ടിഫയർ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്നും അതിൻ്റെ എഫിഷ്യൻസി എത്രയാണെന്നും അതുപോലെ തന്നെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം അതിനകത്ത് എടുത്തു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ എഫിഷ്യൻസി ബിലോ 50% ആയിരിക്കും. അത് മാത്രമല്ല അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഒരു പൾസേറ്റിംഗ് DC ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ വാട്ട് ആർ ദി അഡ്വാൻറ്റേജ് ഓഫ് ഫുൾ വേവ് റെക്ടിഫയർ, ഹൗ ഇറ്റ് വിൽ ബി കൺസ്ട്രക്റ്റഡ് ആൻഡ് എനി ഡിസഡ്വാൻറ്റേജ് ദെയർ ഫോർ ഫുൾ വേവ് റെക്ടിഫയർ, വാട്ട് ഈസ് എഫിഷ്യൻസി ഓഫ് ദി ഫുൾ വേവ് റെക്ടിഫയർ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ശ്രദ്ധിക്കാം. ഫുൾ വേവ് റെക്ടിഫയർ. In a full wave rectification, the current flows through the load in the same direction of both the half cycle of the input AC voltage. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻപുട്ട് AC വോൾട്ടേജ് ഹാഫ് സൈക്കിൾ രണ്ട് ഇതായിട്ടല്ലേ ഉണ്ടാവുള്ളൂ. ആ വരുന്ന സാധനം സെയിം ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും? ഫ്ലോ ചെയ്യും. ഇഫ് ദ കറണ്ട് ഈസ് ഫ്ലോയിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ, വാട്ട് യു കോൾ ഇറ്റ് ആസ് DC. ഓക്കെ, സോ both the half cycle will be flowing in the same direction through the load. Now, it is classified into two types. One is called center tap full wave rectifier, and the other one is called full wave bridge rectifier. So there are two types. So based on construction, we can classify a full wave rectifier into two types. One is center tap full wave rectifier, and the other one is full wave bridge rectifier or bridge rectifier. We'll simply call the bridge rectifier and center tap rectifiers. Okay, so we'll see in detail what are center tap full wave rectifier and bridge rectifier. So center tapped full wave rectifier. See the circuit diagram. നമ്മൾ ഇവിടെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. ഈ ട്രാൻസ്ഫോമറുടെ പ്രത്യേകത ഈ ട്രാൻസ്ഫോമറിന്റെ സെൻട്രൽ എന്ത് ചെയ്യുന്ന ഒരു ടാപ്പിംഗ് ഉണ്ട്. ടാപ്പിംഗ് മീൻസ് ഇറ്റ് ഈസ് എർത്ത് ഓർ ഗ്രൗണ്ടഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഇത് ഉപയോഗിക്കുന്നത്. സോ വി ആർ ഹാവിംഗ് ടു പൊളാരിറ്റീസ് അല്ലെങ്കിൽ ടു സൈഡ്സ് ഓഫ് ദ സെക്കൻഡറി എ ആൻഡ് ബി മാർക്ക് and that are connected with a diode in series. ഇതും ഡയോഡിൽ സീരീസ് ആയിട്ട് ടു ദ സെൻട്രൽ ടാപ്പിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതും എങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്? ത്രൂ ദ റെസിസ്റ്റർ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഈ സെൻട്രൽ ടാപ്പിങ്ങിന്റെ പൊസിഷനിൽ വെച്ചിട്ടായിരിക്കും ഇതിന് അക്രോസ് ഉള്ള പോർഷന് ഈ ഡയോഡും അതായത് OA പൊസിഷൻ, ഈ അക്രോസ് OA ഭാഗത്തുള്ള പോസിറ്റീവ് പീക്കിന് D1 ഡയോഡും അക്രോസ് OB സൈഡിലുള്ള ഹാഫ് സൈക്കിളിന് D2 ഡയോഡും ആയിരിക്കും എന്ത് ചെയ്യുന്നത്? റെക്ടിഫൈ ചെയ്യുന്നത്. സോ ദിസ് ഇസ് എ സിമ്പിൾ റെക്ടിഫയർ സർക്യൂട്ട് ഡയഗ്രാം. അപ്പൊ അതിന്റെ വർക്കിംഗ് പറയുന്ന നോക്കുക. അപ്പൊ കൺസ്ട്രക്ഷൻ നോക്കുക. ദ സർക്യൂട്ട് എംപ്ലോയ്സ് ടു ഡയോഡ്സ് D1 and D2 as shown in figure. A center tap secondary winding AB is used with two diodes connected so that each uses one half cycle of input voltage. ഓരോ ഡയോഡും എന്തായിരിക്കും യൂസ് ചെയ്യുക? വൺ ഹാഫ് സൈക്കിൾ ആയിരിക്കും യൂസ് ചെയ്യുക. In other words, the diode D1 utilizes the AC voltage appearing across the upper half. ഇവിടെ വരുന്ന ഭാഗം എവിടെയാണ്? ഈ D1 ആയിരിക്കും റെക്ടിഫൈ ചെയ്യുക. And upper half of the secondary winding for rectification, while the diode D2 uses the lower half winding OB. ഈ ഡയോഡ് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ലോവർ സൈക്കിൾ റെക്ടിഫൈ ചെയ്യാനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, യെസ്. Then ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്? ഡ്യൂറിംഗ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് സെക്കൻഡറി വോൾട്ടേജ്, ദ എൻഡ് എ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദ സെക്കൻഡറി വോൾട്ടേജ്, അതായത് ഇവിടെ അല്ലെ, the end A of the secondary winding become positive and NB become negative. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? പോസിറ്റീവ് പീക്ക് ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും ഉണ്ടാവുക? നെഗറ്റീവ് ആയിരിക്കും. This makes the diode D1 forward biased and the diode D2 is reverse biased. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? D1 will be forward biased and D2 will be reverse biased. Okay, therefore the diode D1 conducts while D2 does not, because D1 is under forward biasing. അപ്പൊ ഇതെന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. This is under reverse biasing, അതുകൊണ്ട് ഇതെന്ത് ചെയ്യില്ല? കണ്ടക്ട് ചെയ്യില്ല. So the conventional current flows through the diode D1 and the load resistor and the upper half of the secondary winding. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ടാവും? ഈ ഡയറക്ഷനിൽ, അതായത് OAD1RL ഈ ഒരു പാത്തിൽ അത് എന്ത് ചെയ്യുന്നുണ്ടാവും? ഫ്ലോ ചെയ്യാൻ തുടങ്ങും during the positive half cycle of the AC. During the negative half cycle, the end A of the secondary winding become negative and end B become positive. Negative, അതായത് അടുത്ത ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കും? നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആവും, ഇവിടെ എന്താവും? പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആവും. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? ഈ D2 under forward biased and D1 is under the reverse bias. So
The conventional current flows is through the diode D2 load and the lower half winding as shown in the solid arrow. ഈ ഡയറക്ഷനിൽ ഏത് ഡയറക്ഷനിൽ ഒ ബി ഡി ടു ഇങ്ങനെ വന്നിട്ട് ആർ എൽ ഒ ഈ ഒരു പാത്തിലൂടെ എന്ത് ചെയ്യുന്നതാണ് വരും. It may be seen that the current in the load RL is in the same direction. രണ്ട് കേസിൽ നോക്കിയ ഡോട്ടഡ് ആരോ അതായത് മുകളിലെ ഹാഫ് സൈക്കിളിന്റെ ഇൻ ഡയറക്ഷനും ഇത് തന്നെ, തിക്ക് ആരോ താഴത്തെ ഹാഫ് സൈക്കിളിന്റെ ആരവും സെയിം ഡയറക്ഷനിൽ തന്നെ. അപ്പൊ രണ്ടുപേരും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. ഇവിടെ പോസിറ്റീവും ഇവിടെ എന്തായിരിക്കും നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇവിടെ നിങ്ങോട്ട് ഫ്ലോ ഉണ്ടാവും. Therefore, DC is obtained across the load. Also, the polarities of the DC output across the load should be noted. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പൊളാരിറ്റി നോട്ട് ചെയ്യാം. പൊളാരിറ്റി ഏതായിരിക്കും? ഇത് പോസിറ്റീവ് സൈഡും സെന്റർ ടാപ്പിന്റെ നിയറസ്റ്റ് വരുന്ന ലോഡിൽ നെഗറ്റീവ് ആയിരിക്കും ഉണ്ടാവുക. So that what we do is that a full AC is rectified to one side. ഇങ്ങനെ എന്തെങ്കിലും റെക്ടിഫൈ ചെയ്യപ്പെടും. ഇവിടെയും നേരത്തെ പറഞ്ഞ പ്രോബ്ലം ഉണ്ട്, പൾസേറ്റിംഗ് ആണ്. It should be എന്താ പറയുന്നത് ഫ്ലാറ്റൻഡ്. അതിന് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഫിൽട്ടർ സർക്യൂട്ട്സ് ഉപയോഗിക്കാം. അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് വരുന്ന സെഗ്മെന്റിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ഇതിന്റെ 2-3 ടേമുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ 2-3 ടേമുകൾ റിപ്പീറ്റ് ചെയ്യാണ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്താണ്? പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിൽ വരുമ്പോൾ ആ ഡയോഡിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം വോൾട്ടേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, സപ്പോസ് VM is the maximum voltage across the half secondary winding. At the instant the secondary voltage reaches its maximum value in the positive direction, the diode D1 conducting while the D2 is non-conducting. Therefore, the whole of the secondary voltage apply across the non-conducting diode. ശരിയാണല്ലോ? Consequently, the peak inverse voltage is twice the maximum voltage across the half winding. That is PIV is 2VM. അതായത് ഇപ്പൊ നമുക്കൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ട് എന്ന് വിചാരിക്കാം. ആ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഞാൻ പറയുന്ന 909 ഇങ്ങനെയാണ് നമ്മൾ വാക്ക് ഉപയോഗിക്കുക. 18018, 12012 എന്നൊക്കെയാണ് വാക്ക് ഉപയോഗിക്കുക. അപ്പൊ എന്താ 909 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സെൻട്രൽ ടാപ്പ് ടു ട്രാൻസ്ഫോമർ. ഫസ്റ്റ് ആ നമ്മൾ കണ്ട OA സൈഡിൽ 920 വോൾട്ടും 09 വോൾട്ടും താഴത്തെ പോർഷനിൽ എന്ത് കിട്ടും? 9 വോൾട്ട് കിട്ടും. അപ്പൊ നമ്മൾ അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഡയോഡിന്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് മാക്സിമം എത്രയായിരിക്കണം? അതിന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കണം? 18 വോൾട്ടേജ് ആയിരിക്കണം അതിന്റെ ആ ഡയോഡിന്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. മനസ്സിലായില്ലേ? അപ്പൊ 12 ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 12 വോൾട്ടേജ് അക്രോസ് ദ ഫസ്റ്റ് പോർഷൻ ആൻഡ് 12 വോൾട്ടേജ് അക്രോസ് ദ സെക്കൻഡ് പോർഷൻ. അപ്പൊ ഇതിന്റെ എഫക്റ്റീവ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരിക? 24 വോൾട്ട് ആയിരിക്കും വരിക. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ കൺസ്ട്രക്ടിങ് റെക്ടിഫയർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് തന്നെയാണ്. ദെൻ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നുള്ളത്, ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ലൊക്കേറ്റ് ദ സെന്റർ ടാപ്പ് ഓഫ് ദ സെക്കൻഡറി വൈൻഡിങ്. ഈ സെക്കൻഡറി വൈൻഡിങ്ങിന്റെ സെന്റർ ടാപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഇത്തിരി ഡിഫിക്കൾട്ടാണ്. കാരണം എക്സാക്ട്ലി സെന്റർ കിട്ടില്ല. കാരണം അത്രയും നമ്പർ ഓഫ് ടേൺസ് ഒക്കെയാണ് അവിടെ ഉള്ളത്. അത്രയും ടേൺസ് ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് എക്സാക്ട്ലി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു ചെറിയ വേരിയേഷൻ വന്നാൽ പോലും വി വിൽ സേ നമ്മളിപ്പോ 909 എന്ന് പറയുന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി 9 വോൾട്ട് ഒരു സൈഡിലും മറ്റേ സ്ഥലത്ത് 9 വോൾട്ടും വരണമെന്നില്ല. ചിലപ്പോൾ ഒരു 8.9ഉം മറ്റടുത്തേക്കും 9.1 അങ്ങനെയുള്ള ഒരു ചെറിയ വേരിയേഷൻസ് അവിടെ ഉണ്ടാവാം. The DC output is small as each diode uses only 1/2 of the transformer secondary voltage. കണ്ടോ? അത് അവിടെ എന്താ പറയുന്നത്? DC ഔട്ട്പുട്ട് ശരിക്കും ഒരേ സമയം തന്നെ 909 എടുത്തു കഴിയുമ്പോൾ വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദ ട്രാൻസ്ഫോമർ? നമ്മൾ പറയുന്നത് എത്രയാണ്? 18 വോൾട്ട് ആണ്. ശരിയല്ലേ? പക്ഷേ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് എത്ര കിട്ടുന്നുള്ളൂ? 9 വോൾട്ടേ കിട്ടുന്നുള്ളൂ. കാരണം അത് ഒരു ഹാഫ് സൈക്കിൾ മാത്രമായിരിക്കും റെക്ടിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഹാഫ് ഇതായിരിക്കും കിട്ടുന്നത്. പിന്നെ ദ ഡയോഡ് യൂസ്ഡ് മസ്റ്റ് ഹാവ് ഹൈ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ഡബിൾ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഉള്ള സാധനങ്ങൾ വേണം. ഇതൊക്കെയാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജ് വരുന്നത്. പ്രധാനമായിട്ടും നമുക്ക് എടുത്ത് പറയാവുന്ന ഇതിന്റെ സെന്റർ ടാപ്പ് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എക്സാക്ട്ലി വോൾട്ടേജ് ഓൺ ഈക്വൽ ഹാഫ് സൈഡ്സ് നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. രണ്ട്, ആ ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റി, ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ പകുതി വോൾട്ടേജ് ആണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? റെക്ടിഫിക്കേഷൻ പർപ്പസിന് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്താണ്? ഡബിൾ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഉള്ള ഡയോഡ് വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി. ഓക്കെ, ഇനി അതിന്റെ ആ ഡ്രോബാക്ക് പരിഹരിക്കാൻ വേണ്ടിയുള്ള അടുത്തൊരു സെറ്റപ്പ് ആണ് എന്തെന്ന് പറയുന്നത്? ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ സെന്റർ ടാപ്പ് എന്നുള്ള പ്രോബ്ലം വരുന്നില്ല. നോക്കുക, പകരം ഒരു ബ്രിഡ്ജ് ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, ആ ബ്രിഡ്ജ് നമ്മൾ നോക്കൂ, ഇതാണ് സെക്കൻഡറി ഓഫ് ദ ട്രാൻസ്ഫോമർ, വി ഡോണ്ട് ഹാവ് എനി സെന്റർ ടാപ്പ്. ഇനി ഇൻ കേസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അത് ഉപയോഗിക്കില്ല. ഇവിടെ സെന്റർ ടാപ്പ് ഉണ്ടെങ്കിൽ അത് വെറുതെ ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒരു സെന്റർ ടാപ്പ് അല്ലാത്ത ട്രാൻസ്ഫോമർ ആയിട്ട് മാറും. അപ്പോ ഇഫ് യു ആർ ഹാവിംഗ് എ സെന്റർ ടാപ്പ് ട്രാൻസ്ഫോമർ, വി ക്യാൻ കൺവേർട്ട് ദാറ്റ് സെന്റർ ടാപ്പ് ട്രാൻസ്ഫോമർ
from a center tap full wave rectifier to a full wave bridge rectifier. Okay, how? Just remove the center tapping and use 4 diodes instead of 2 diodes. അപ്പോൾ അതെന്തായിട്ട് ആക്ട് ചെയ്യും? അതൊരു ബ്രിഡ്ജ് റെക്ടിഫയർ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ വർക്കിംഗ് എങ്ങനെയാ നോക്കുക. ഇവിടെയും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ, പിയില് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിൽ 2 ഡയോഡ് അണ്ടർ ഫോർവേഡ് ബയസിൽ വരും. ഓക്കെ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോഴോ ഇതിൽ അടുത്ത 2 ഡയോഡ് എന്തിൽ വരും? റിവേഴ്സ് ബയസിൽ, ഫോർവേഡ് ബയസിൽ വരും. അങ്ങനെ ഒരേ സമയം 2 ഡയോഡിന്റെ ആക്ഷൻ വെച്ചിട്ടാണ് ഈ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ആക്ഷൻ നടക്കുന്നത്. എങ്ങനെയാണ് വർക്കിംഗ് പറയുന്നത് നോക്കാം. The need of center tapped power transformer is eliminated in the bridge rectifier. It contains 4 diodes. ഏതൊക്കെയാണ്? D1, D2, D3 and D4 connected to form a bridge as shown in figure. The AC voltage is to be rectified, applied is diagonally opposite end of the bridge. Diagonally opposite side എന്ത് ചെയ്യുന്നുണ്ട്? അപ്ലൈ ചെയ്യുന്നുണ്ട്. Between the other 2 ends of the bridge, the load resistance RL is connected. അതിന്റെ മറ്റേ ലെഗിൽ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്? ലോഡും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് നോക്കാം. ഈ ഫിഗർ വെച്ചിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വാട്ട് ഹാപ്പൻ ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആൻഡ് വാട്ട് ഹാപ്പൻ ഡ്യൂറിങ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. അപ്പോൾ ആ ഫിഗറിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ 2 ഡയോഡാണ് ഇവിടെ ആക്ട് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വാട്ട് വിൽ ഹാപ്പൻ? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ D1 is under forward biased. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? D2 forward biased ആയിരിക്കും. സോ എ കറന്റ് വിൽ ഫ്ലോസ് ത്രൂ D1A, കണ്ടോ? എന്നിട്ട് ഇതുവഴി ലോഡ് വഴി D3Q, കണ്ടോ? നമ്മൾ നോക്കുക, പി D1 ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും, എ ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും, ദെൻ ഇത് ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്, വിച്ച് മീൻസ് ഇത് ഇവിടെ ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ്. ദെൻ പ്ലസ് പിന്നെ എന്ത് ചെയ്യുന്നുണ്ടാണ്? ലോഡ്, അതുപോലെ തന്നെ D3 വഴി ഇത് എന്ത് ചെയ്യും? സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. സോ ദിസ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. മറ്റേ 2 ഡയോഡ് എന്തായിരിക്കും? ആ സമയത്ത് റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിലായിരിക്കും ഉണ്ടാവും. അതുകൊണ്ട് അതിനകത്ത് കൂടെ എന്തുണ്ടാവില്ല? കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. നോക്കിയാൽ മതി. ഈ ഡയോഡിന്റെ കോംപ്ലിമെന്ററി ഫിഗർ ആണ് ഇപ്പോഴത്തെ കാണിച്ചേക്കുന്നത്. കണ്ടോ? ഈ D4ന്റെ ഡയറക്ഷൻ ഇങ്ങനെയാ, ഇങ്ങോട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇനി ഇത് റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. ഈ ഡയോഡ് എന്തായിരിക്കും? റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. അപ്പൊ അത് എന്ത് ചെയ്യില്ല? കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. ദെൻ ഡ്യൂറിങ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെയാണ് പോസിറ്റീവ് വരിക, ശരിയല്ലേ? അപ്പൊ നോക്കൂ, പോസിറ്റീവ് പി, എന്നിട്ട് D2 is under forward biased, അതെന്ത് ചെയ്യും? ഗ്രൗണ്ട് ചെയ്യപ്പെടും. ഗ്രൗണ്ട് ചെയ്യുന്നത് ഇവിടെ ഷോർട്ടിംഗ് ആയി. എന്നിട്ട് എന്ത് ചെയ്തു? RL B D4 P, കണ്ടോ? ഇവിടുത്തെ പാത്ത് എങ്ങനെയായിരിക്കും വരുന്നത്? ഒന്നും കൂടി ശ്രദ്ധിക്കുക. Q D2A ഗ്രൗണ്ടഡ്, ലോഡ് B DL P, കണ്ടോ? അപ്പൊ ഇവിടെയും ഫ്ലോ വരുന്നത് എങ്ങനെയാണ്? ഗ്രൗണ്ട് ടു ബി, ഈ ഡയറക്ഷനിലാണ്, അപ്പർ ഡയറക്ഷനിലാണ്. ഇവിടെ വരുന്നത് എങ്ങനെ തന്നെ? അപ്പർ ഡയറക്ഷനിലാണ്. ദാറ്റ് മീൻസ് അക്രോസ് ദ ലോഡ് വി ആർ ഹാവിംഗ് ദ കറന്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ. മനസ്സിലായില്ലേ? ആൻഡ് again during the positive half cycle D1 and D3 are under forward biased, whereas D2 and D4 is under reverse biased. എളുപ്പമാണ്. ഓഡ് നമ്പർ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും, ഈവൺ നമ്പർ എന്തായിരിക്കും? റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. ഡ്യൂറിങ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ even number diodes D2 and D4 under forward bias and D1 and D3 diodes are under reverse bias, and in such a way that the current will flows from ground to the load in the upper direction in both the cases. അപ്പോൾ അതിന്റെ ഒരു വാക്യം പറയുന്നു, ഇവിടെ പറഞ്ഞേക്കും, വായിച്ചു നോക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. During the positive half cycle of the secondary voltage, the end P of the secondary winding become positive and the end B become negative. This makes the diode D1 and D3 forward biased, while the diode D2 and D3 under reverse biased. So D1 and D3 forward biased. Therefore, only the diode D1 and D3 conduct. These 2 diodes will be in the series with the load resistance as shown in figure 1. Okay. The conventional current flow is shown by the dotted arrows. നിങ്ങൾക്ക് ആ ഫിഗർ നോക്കി അറിയാൻ പറ്റും. It may be seen that the current flows from A to B through the load RL. During the negative half cycle of the secondary voltage, end P become negative and end Q become positive. E figure. Okay. This makes the diode D2 and D4 forward biased, whereas the diode D1 and D3 are reverse biased. Therefore, only diode D2 and D4 conducts a negative half cycle. These 2 diodes will be in series with the load RL as shown in figure 2. Okay. The current flow is shown as solid arrows. It may be seen that again flows from A to B through the load that is in the same direction for the half cycle, positive half cycle. Therefore, the DC output is obtained across the load. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യേണ്ടത്? നമുക്ക് ഔട്ട്പുട്ട് ഒബ്റ്റെയിൻ ചെയ്യും. ഓക്കെ. എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്? The need of center tap is eliminated. സെന്റർ ടാപ്പിംഗ് ആവശ്യമില്ല.
the output is twice that of the center tap circuit of the same secondary voltage. കണ്ടോ നേരത്തെ പറഞ്ഞ സെൻട്രൽ ടാപ്പ് ആവശ്യമില്ലെങ്കിൽ 909 എന്നുള്ളത് എത്രയായിട്ട് മാറും 99 ആയിട്ട് മാറും. അപ്പോൾ 18 വോൾട്ട് ആയിട്ട് മാറും. ഇത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി 18 വോൾട്ട് ആയിട്ട് മാറും. The PIV is 1/2 that of the center tap circuit. P സെയിം തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഇറ്റ് റിക്വയർസ് 4 ഡയോഡ്സ്. പറയാൻ വേണ്ടി പറയുന്നത് 4 ഡയോഡ് വേണം. 4 ഐഡന്റിക്കൽ ഡയോഡ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന്റെ റെക്ടിഫിക്കേഷൻ പ്രോപ്പർ ആയിരിക്കില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. As during each half cycle, the input diodes are conducting series. Therefore, voltage drop in the internal resistance the rectifying circuit will be twice of the grade. അപ്പോൾ എന്താ പറയുന്നത്, 2 ഡയോഡിലൂടെ കറണ്ട് കടന്നു പോകുന്നത് കൊണ്ട് തന്നെ സിലിക്കൺ ഡയോഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെങ്കിൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ടു ക്രോസ് 1 ഡയോഡ് ഈസ് 0.7 വോൾട്ട്. അപ്പോൾ 2 എണ്ണം വരുമ്പോൾ എത്രയാണ് 1.4 വോൾട്ട് ഡൗൺ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഒരു ഡബിൾ പൊട്ടൻഷ്യൽ ലോസ് ഉണ്ടാവാനുള്ള സാധ്യത ഇവിടെയുണ്ട് എന്നാണ് പറയുന്നത്. ദിസ് ഒബ്ജക്ഷനബിൾ വെൻ സെക്കൻഡറി വോൾട്ടേജ് ഇസ് വെരി സ്മോൾ. ഇത് നമുക്ക് പറയാവുന്നത് സെക്കൻഡറി വോൾട്ടേജ് വളരെ ചെറിയ കേസസിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് വേണ്ട ഒരു റെക്ടിഫയർ 1.5 വോൾട്ടിന്റെ റെക്ടിഫയർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉപയോഗിക്കേണ്ട ട്രാൻസ്ഫോർമർ ഔട്ട് വോൾട്ടേജ് എത്രയായിരിക്കും? 3 വോൾട്ട് വേണം. കാരണം എന്താണ്, 2 ഡയോഡ് വരുന്നതുകൊണ്ട് തന്നെ 1.4 വോൾട്ട് ക്രോസ് ചെയ്യാൻ വേണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് റിക്വയർഡ് ടു ഓവർകം ദ ഡയോഡ്. 1.4 പ്ലസ് 1.5 ഓൾമോസ്റ്റ് 2.9. കണ്ടോ, അങ്ങനെ വരുന്ന കേസിൽ അത് സിഗ്നിഫിക്കന്റ് ആണ്. അതേസമയം 18 വോൾട്ട് 36 വോൾട്ട് എന്നൊക്കെ പറയുന്ന ഹൈ വോൾട്ടേജ് സിറ്റുവേഷനിൽ അതൊരു മാറ്റർ അല്ല. ഓക്കെ, എഫിഷ്യൻസി ഓഫ് ദ ഫുൾ വേവ് റെക്ടിഫയർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ എഫിഷ്യൻസി പഠിച്ച പോലെ തന്നെ ഇവിടെയും പഠിക്കണം. എഫിഷ്യൻസി നമുക്ക് അറിയാവുന്നതാണ്. എന്താണ്? ഔട്ട്പുട്ട് പവർ ഡിവൈഡ് ബൈ ഇൻപുട്ട് പവർ എന്നുള്ള കോൺസെപ്റ്റിലാണ് എഫിഷ്യൻസി പറയുക. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഔട്ട്പുട്ട് പവർ കണ്ടുപിടിക്കണം. ഇവിടെ ഇൻപുട്ട് പവർ കണ്ടുപിടിക്കണം. അതിന്റെ റേഷ്യോ കൊടുത്താൽ മതി. അപ്പൊ അതിന് let V is equal to Vm sin theta be the AC voltage to be rectified. RF and RL be the diode resistance and load resistance respectively. Obviously, the rectifier will conduct current through the load in the same direction for both the half cycle. The instantaneous current is given by എന്ത് പറയാം നമുക്ക്? I is equal to V by V by RF, because these two resistors are in series. So V is equal to Vm sin theta. അപ്പോൾ എന്ത് പറയാം? I is equal to എന്ത് പറയാം? Vm sin theta by RF plus RL എന്ന് നമുക്ക് പറയാം. സോ ദ DC ഔട്ട്പുട്ട് പവർ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. DC ഔട്ട്പുട്ട് പവർ കണ്ടുപിടിക്കാൻ വേണ്ടി IDC is equal to എന്ത് വരും? 2Im by pi. ഓക്കെ, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തതാണ്. അതേ കേസ് തന്നെ എടുത്ത് 2Im by pi. കഴിഞ്ഞ ക്ലാസ്സിൽ അത് Im by pi ആയിരുന്നു. ബിക്കോസ് ഹാഫ് സൈക്കിൾ ഇവിടെ ഫുൾ സൈക്കിൾ വരുമ്പോൾ ഒന്നും കൂടെ ആഡ് ചെയ്യും. അതുകൊണ്ട് എന്ത് വരും? 2Im by pi എന്ന് വരും. സോ DC പവർ ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു അതിന്റെ സ്ക്വയർ ചെയ്തു. സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2Im by pi the whole square into RL. അതുപോലെ തന്നെ AC കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ സാധനം തന്നെ PAC is equal to IRMS whole square into RF plus RL. അപ്പൊ ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ പവർ AC is equal to Im by √2 the whole square into RF plus RL എന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ റേഷ്യോ എടുത്താൽ മതിയല്ലോ. കാരണം ഇത് AC ഇൻപുട്ട് പവർ ആണ്, മറ്റെന്താണ് DC ഔട്ട്പുട്ട് പവർ ആണ്. അതിന്റെ റേഷ്യോ നമ്മൾ എടുക്കുക. റേഷ്യോ എടുത്തു കഴിയുമ്പോൾ PDC by PAC. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ് നോക്കുക? 0.812 ഡിവൈഡ് ബൈ 1 പ്ലസ് RF by RL. നേരത്തെ പറഞ്ഞ അതേ ആർഗ്യുമെന്റ് തന്നെ എടുക്കുകയാണ്. ഫോർവേഡ് റെസിസ്റ്റൻസ് ഇസ് നെഗ്ലിജിബിളി സ്മോൾ, ദെൻ ഡിവൈഡ് ബൈ RL ചെയ്യുമ്പോൾ ഇതിന്റെ മാക്സിമം അലൗഡ് ആയിട്ട് വരുന്ന കേസ് 1 എന്നുള്ളതായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ മാക്സിമം എഫിഷ്യൻസി എത്ര വരുന്നുണ്ട്? 0.812 എന്ന് പറയുമ്പോൾ 81.2% ആണ് ഇതിന്റെ എഫിഷ്യൻസി ആയിട്ട് വരുന്നത്, വിച്ച് ഇസ് ഡബിൾ ദ ഹാഫ് വേവ് റെക്ടിഫയർ. ക്ലിയർ ആണ്. കാരണം എന്താണ്? ഹാഫ് വേവ് റെക്ടിഫയറിൽ പകുതി വേവ് മാത്രമാണ് റെക്ടിഫൈ ചെയ്യുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഫുൾ വേവ് റെക്ടിഫൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും നമുക്ക് മാക്സിമം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന എത്രയാണ്? വെറും 81.2% ആണ്. വാട്ട് ഹാപ്പൻസ് ടു ദ റിമൈനിങ് 19%? അത് ഡിസപ്പേറ്റ് ചെയ്ത് പോകും. അത് നമുക്ക് റെക്ടിഫൈ ചെയ്തെടുക്കാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ നമ്മൾ ഇവിടെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് ഇതാണ്. കമ്പയർ ടു ദ ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയറിന് എന്താണ്? ഡബിൾ ദ എഫിഷ്യൻസി ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഫുൾ വേവ് റെക്ടിഫയറിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ റിപ്പിൾ ഫാക്ടറും അതുപോലെ തന്നെ ഫിൽട്ടർ സർക്യൂട്ട്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് നമുക്ക് നോക്കാം. ഓക്കെ, ഇന്നിപ്പോൾ ഇത്രയും മതി. ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.